നമസ്കാരം. പ്രധാന വാർത്തകൾ. ഗവർണറെ വിടാതെ സിപിഐ, അർലേക്കറെ തിരിച്ചു വിളിക്കണമെന്ന് രാഷ്ട്രപതിക്ക് കത്ത്. RSS ചിത്രം സർക്കാർ പരിപാടികളിൽ അനുവദിക്കില്ല. പി പ്രസാദിന്റെ MLA ഓഫീസിന് മുന്നിൽ ഭാരതാംബയുടെ ചിത്രം വെച്ച് BJP പ്രതിഷേധം. സംസ്ഥാനത്ത് ബലിപെരുന്നാൾ നാളെ. അവധി വിവാദം നിലമ്പൂരിൽ പ്രചരണ വിഷയമാക്കി UDF-ഉം PV അൻവറും. പ്രീണന രാഷ്ട്രീയമെന്ന് BJP. KC വേണുഗോപാലിന്റെ പെൻഷൻ പരാമർശം സജീവമായി നിലനിർത്തി CPM. ഷൈൻ ടോം ചാക്കോയും കുടുംബവും സഞ്ചരിച്ച കാർ ലോറിയുമായി കൂട്ടിയിടിച്ച് അപകടം. അച്ഛൻ ചാക്കോ മരിച്ചു. ഷൈനിനും അമ്മയ്ക്കും പരുക്ക്. അപകടം തമിഴ്നാട്ടിലെ ധർമ്മപുരിയിൽ ബംഗളൂരുവിലേക്കുള്ള യാത്രക്കിടെ. ബംഗളൂരു ദുരന്തത്തിൽ കോഹ്ലിയെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം. അറസ്റ്റ് കോഹ്ലി ഹാഷ്ടാഗ് ട്വിറ്ററിൽ ട്രെൻഡിംഗ്. സംഭവത്തിൽ RCB മാർക്കറ്റിംഗ് മേധാവിയും ഇവന്റ് മാനേജ്മെന്റ് പ്രതിനിധിയും അടക്കം 4 പേർ അറസ്റ്റിൽ. കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ ഒളിവിലെന്ന് പോലീസ്. തിരുവനന്തപുരം നേമത്ത് 4ാം ക്ലാസ്സുകാരി വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ. ആത്മഹത്യയെന്ന് പ്രാഥമിക നിഗമനം. അമ്മ ശകാരിച്ചതിലെ മനോവിഷമം മൂലമെന്ന് സംശയം. കിളിമാനൂരിൽ വ്യാജ പോക്സോ കേസ് പ്രചരിപ്പിച്ച അധ്യാപികയ്ക്കെതിരെ പോക്സോ ചുമത്തി. എലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് കമ്പനിക്ക് ഇന്ത്യയിൽ പ്രവർത്തനാനുമതി. സാറ്റലൈറ്റ് വഴി ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്ന കമ്പനിക്ക് അനുമതി കിട്ടുന്നത് ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം. ഇന്ത്യൻ കമ്പനികൾക്ക് കനത്ത വെല്ലുവിളി. പഹൽഗാം ഭീകരതയ്ക്ക് ശേഷമുള്ള ആദ്യ കശ്മീർ സന്ദർശനത്തിൽ പാകിസ്ഥാനെ കടന്നാക്രമിച്ചു മോദി. കശ്മീരികളുടെ ഉപജീവന മാർഗം തകർക്കാനാണ് പാകിസ്ഥാൻ ശ്രമിച്ചതെന്ന് പ്രധാനമന്ത്രി. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ ചെനാബ് ആർച്ച് പാലം രാജ്യത്തിന് സമർപ്പിച്ചു. ഉപകരണങ്ങളില്ല. തിരുവനന്തപുരം ശ്രീചിത്രയിൽ ഗുരുതര പ്രതിസന്ധി. തിങ്കളാഴ്ച മുതൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയകൾ മുടങ്ങും. 100 കണക്കിന് രോഗികൾ പ്രതിസന്ധിയിൽ. ഉപകരണങ്ങൾ വാങ്ങാനുള്ള കരാർ പുതുക്കിയില്ലെന്ന് ഡോക്ടർമാർ. വിശദമായ വാർത്തയിലേക്ക്. ഭാരതാംബ ചിത്ര വിവാദത്തിൽ ഗവർണർക്കെതിരെ തുറന്ന പോരിന് CPI. ഗവർണറെ തിരിച്ചു വിളിക്കണമെന്നാവശ്യപ്പെട്ട് P സന്തോഷ് കുമാർ MP രാഷ്ട്രപതിക്ക് കത്ത് നൽകി. ഭാരതാംബയുടെ ചിത്രം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുവെന്നാരോപിച്ച് നാളെ ദേശീയ പതാക ഉയർത്തി CPI പ്രവർത്തകർ വൃക്ഷത്തൈ നടും. CPI മന്ത്രി നയിക്കുന്ന കാർഷിക വകുപ്പിന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് പുതിയ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് പരസ്യമാക്കിയത്. വിവാദത്തിൽ CPI നേതാവ് കൂടിയായ മന്ത്രി P പ്രസാദ് സ്വീകരിച്ച നിലപാട് പൊതുവെ ശ്ലാഘിക്കപ്പെട്ടു. ഇതോടെ ഗവർണർക്കെതിരെ പരസ്യപോരിനാണ് CPI നീക്കം. രാജ്യസഭയിലെ CPI കക്ഷി നേതാവായ P സന്തോഷ് കുമാർ രാഷ്ട്രപതിക്ക് നൽകിയ കത്തിൽ ഗവർണറെ തിരിച്ചു വിളിക്കണമെന്നാവശ്യപ്പെടുന്നു. RSS ചിത്രം സർക്കാർ പരിപാടിയിൽ ഉൾപ്പെടുത്താൻ സമ്മർദ്ദം ചെലുത്തുന്നതിലൂടെ ഭരണഘടനാ ലംഘനത്തിനാണ് ഗവർണർ ശ്രമിക്കുന്നതെന്നാണ് വാദം. ഗവർണർക്കെതിരായ പോരിൽ CPI മറ്റൊരു രാഷ്ട്രീയ പോരുകൂടി പ്രഖ്യാപിച്ചു. RSSന്റെ കൊടി പിടിച്ചുകൊണ്ട് RSSന്റെ ഭൂപടത്തിൻ്റെ പശ്ചാത്തലത്തിൽ RSSന്റെ മുഖച്ഛായപ്പെട്ടിരിക്കുന്ന ഒരു സോക്കോൾഡ് ഭാരതമാതാവ്, അതല്ല ഭാരതമാതാവ്, അത് RSSന്റെ ഭാരതമാതാവാണ്. ആ ഭാരതമാതാവിൻ്റെ മുമ്പിൽ പൂക്കളർപ്പിച്ചുകൊണ്ട് സർക്കാർ ചടങ്ങ് ആരംഭിക്കുമെന്ന് പറയുന്ന ആ നിർബന്ധ ബുദ്ധിയോ പിടിവാശിയോ അത് മാറിയേ തീരൂ. നാളെ ദേശീയ പതാക ഉയർത്തി ബ്രാഞ്ചുകൾ തോറും വൃക്ഷത്തൈ നടും. ഗവർണറുടെ ഭാരതമാതാ ചിത്രത്തിന് പകരം ദേശീയ പതാക ഉയർത്തിക്കാട്ടിയാണ് CPI നീക്കം. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാർ പോരിൽ CPM ആയിരുന്നു മുൻനിരയിലെങ്കിൽ ഇക്കുറി CPI ആണ് പോരിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. വിവാദത്തിൽ മുഖ്യമന്ത്രി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോര് പുതിയ തലത്തിലെത്താനാണ് സാധ്യത. ന്യൂസ് ഡെസ്ക്, News 18. ആലപ്പുഴ ചേർത്തലയിൽ മന്ത്രി P പ്രസാദിന്റെ ഓഫീസിന് മുന്നിൽ BJP പ്രതിഷേധം. രാജ്ഭവനിൽ സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാഘോഷ പരിപാടി ബഹിഷ്കരിച്ച നടപടിയിലാണ് പ്രതിഷേധം. ഓഫീസിന് മുന്നിൽ ഭാരതാംബയുടെ ചിത്രം വെച്ച് പുഷ്പാർച്ചന നടത്തിയായിരുന്നു പ്രതിഷേധം.
യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ആദ്യം പോരുമുറുകുന്ന നിലമ്പൂർ. പെരുന്നാൾ അവധി വിവാദം നിലമ്പൂരിൽ പ്രചരണ വിഷയമാക്കി UDF. അനാവശ്യ വിവാദമെന്ന് പറഞ്ഞ് LDF കരുതലോടെ പ്രതികരിക്കുമ്പോൾ ഇരുമുന്നണികളും പ്രീണന രാഷ്ട്രീയം കളിക്കുന്നതായി BJP കുറ്റപ്പെടുത്തി. ബലിപെരുന്നാൾ അവധി വെള്ളിയാഴ്ചയിൽ നിന്നും ശനിയാഴ്ചത്തേക്ക് മാറ്റിയ സർക്കാർ ഉത്തരവിനെതിരെയായിരുന്നു ആദ്യം UDF രംഗത്തു വന്നത്. മണിക്കൂറുകൾക്കകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വെള്ളിയാഴ്ച അവധി നൽകി സർക്കാർ ഉത്തരവ് വന്നെങ്കിലും വിഷയം നിലമ്പൂരിൽ ചർച്ചയാക്കുകയാണ് UDF. ന്യൂനപക്ഷങ്ങളോട് സർക്കാരിന് പ്രതികാര മനോഭാവമാണെന്നും അവധി നൽകിയത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്നുമാണ് ലീഗിന്റെ ആരോപണം. സമയത്തിന് തീരുമാനം എടുക്കുകയും 2 ദിവസം ഹോളിഡേ ആക്കുകയും ചെയ്യാമായിരുന്നു. പക്ഷേ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ കാര്യം നേരത്തെ പറയുമെങ്കിലും ചെയ്യാമായിരുന്നു. എന്ന ആളുകൾക്ക് ഇത്ര ബുദ്ധിമുട്ട് വരൂലായി. അതാണ് അതിൻ്റെ ഇപ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിപ്പോയത് ഗവൺമെൻറ് ഈ അനിശ്ചിതത്വത്തിന് കാര്യങ്ങൾ ഇട്ടു എന്നുള്ളതാണ്. ആളുകൾക്ക് പോവും വരികയൊക്കെ ചെയ്യണ്ടേ. LDFന്റെ ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകളുടെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമെന്ന വിമർശനവുമായി PV അൻവറും സർക്കാരിനെതിരെ രംഗത്ത് വന്നു. അവരുടെ ഏകപക്ഷീയമായിട്ടുള്ള ന്യൂനപക്ഷ വിരുദ്ധത ഓരോ ഘട്ടത്തിലും പ്രകടിതമാവുകയാണ്. പിന്നെ ന്യൂനപക്ഷങ്ങളും പൊതുസമൂഹങ്ങളും അതിനെ എതിർക്കുമ്പോഴാണ് അതിന് പിന്മാറിയിട്ടുള്ളത്. എന്നാൽ വിവാദത്തിൽ കരുതലോടെ നീങ്ങുകയാണ് LDF. പ്രചാരണത്തിൽ വർഗീയ വിഷം കലർത്താൻ ശ്രമിക്കുന്നുവെന്നാണ് UDF ആരോപണത്തിലുള്ള വിമർശനം. അത് എല്ലാം വർഗീയമാണ്. ഓരോന്നിൻ്റെയും മെല്ലെ മെല്ലെ വർഗീയതയിലേക്ക് എത്തിക്കാനാണ് ഓരോരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നല്ല നാളെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഇത് മാറ്റി നാളത്തേക്കാക്കി. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ മേലെ ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ എന്നാൽ ഇന്നും നാളെയായി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും നാളെയും അവധിയായി. അതിലെന്താ വലിയ വേറെ പ്രശ്നമുള്ളത്? തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെ വഴിതെറ്റിക്കാൻ, അതിൽ വർഗീയ വിഷം കലർത്താനൊക്കെയുള്ള ആസൂത്രിതമായ നീക്കമാണ് ചില കോണുകളിൽ നിന്നുണ്ടാകുന്നത്. നിലമ്പൂരിൽ LDFും UDFും ഒരുപോലെ ന്യൂനപക്ഷ പ്രകടനത്തിന് ശ്രമിക്കുന്നതായി BJP ആരോപിച്ചു. ആദ്യം അവധി ഇല്ല എന്ന് പറയുന്നു, അതിനുശേഷം വീണ്ടും അവധി കൊടുക്കുന്നു. അത് ഒരു പ്രീണനം അവിടെ കാണിക്കുന്നു. ഇനി അത് സർക്കാർ അതിന് എതിരായ നിലപാട് സ്വീകരിച്ചു എന്ന് പറഞ്ഞ് കോൺഗ്രസ് അതിനെ വീണ്ടും പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇത് നാടിനാപത്താണ്. മുഖ്യമന്ത്രി ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലെ മലപ്പുറം പരാമർശത്തിന് പിന്നാലെ പെരുന്നാൾ അവധി കൂടി UDF നിലമ്പൂരിൽ പ്രചാരണ വിഷയമാക്കുമ്പോൾ വികസന രാഷ്ട്രീയം മുൻനിർത്തി പ്രതിരോധം തീർക്കാനാണ് LDFന്റെ ശ്രമം. ന്യൂസ് 18 മലപ്പുറം. ദുർബലന്റെ മുഖത്ത് തുപ്പുന്ന കോൺഗ്രസ് സമീപനമാണ് KC വേണുഗോപാലിന്റെ പെൻഷൻ വിരുദ്ധ പരാമർശമെന്ന് CPM. പെൻഷൻ വാങ്ങുന്നവർ കൈക്കൂലി വാങ്ങുന്നവരാണെന്ന് ഒരു പൊതുപ്രവർത്തകൻ പറയുന്നത് ആലോചിക്കാൻ പോലും കഴിയില്ലെന്നും CPM PB അംഗം A. വിജയരാഘവൻ പറഞ്ഞു. ക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ല, അവകാശമാണെന്ന മുദ്രാവാക്യവുമായി നിലമ്പൂരിൽ CPM സംഘടിപ്പിച്ച ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പ് കാലത്ത് ക്ഷേമ പെൻഷൻ നൽകുന്നതിനെതിരെ ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നടത്തിയ പ്രസ്താവന നിലമ്പൂരിൽ ചർച്ചയാക്കുകയാണ് CPM. പണം വാങ്ങി വോട്ട് ചെയ്യുന്നവരായി പാവപ്പെട്ടവരെ ചിത്രീകരിക്കുകയാണ് കോൺഗ്രസ് എന്നാണ് ആരോപണം. വിഷയം തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി നിർത്താൻ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ കൂട്ടായ്മ ഇടതുമുന്നണി ചന്തക്കുന്നിൽ സംഘടിപ്പിച്ചു. കൈക്കൂലി വാങ്ങുന്നവരാണ് അല്ലേ? കൈക്കൂലി സർക്കാർ കൊടുക്കുകയാണെന്നല്ലോ പറയുന്നത്. അപ്പൊ സർക്കാർ കൈക്കൂലി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ പാവങ്ങൾ എന്താ ചെയ്യുന്നത്? കൈക്കൂലി മേടിക്കുക. മനസ്സിലായോ? മാനം കെട്ട വാക്പ്രയോഗട്ടാ. പക്വതയുള്ള ഒരാൾ അങ്ങനെ സംസാരിക്കില്ല. മനസ്സിലായല്ലോ? അത് പുറത്തേക്ക് ചാടിപ്പോയി. അപ്പോഴല്ലേ സത്യം മനസ്സിലായത്. പാവങ്ങളോട് എത്ര പുച്ഛമാണ് എന്നുള്ളതാണ്. സാധാരണ മനുഷ്യനോട് ഈ കോൺഗ്രസ് നേതൃത്വത്തിന്, UDF നേതൃത്വത്തിന് പരമപുച്ഛമാണ് എന്ന് ബോധ്യപ്പെടുകയാണ്. ദുർബലന്റെ മുഖത്തു തുപ്പുന്ന നിലപാടാണ് ഇവിടെ ഈ നിലമ്പൂരിൽ വന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലുടനീളം ഈ വിഷയമുയർത്തി പ്രതിപക്ഷത്തെ ആക്രമിക്കാനാണ് ഇടതുമുന്നണി തീരുമാനം. ക്ഷേമവും വികസനവും ഇല്ലാതാക്കാൻ UDF ശ്രമിക്കുന്നുവെന്നും ഇടതുമുന്നണി ആരോപിക്കുന്നു. ന്യൂസ് 18 നിലമ്പൂർ. പെൻഷനുമായി ബന്ധപ്പെട്ട് KC വേണുഗോപാൽ പറഞ്ഞ കാര്യങ്ങൾ വളച്ചൊടിച്ചുവെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ആത്മവിശ്വാസമില്ലാത്തതുകൊണ്ട് CPM വീണ് കിട്ടിയ വിഷയങ്ങൾ ഉന്നയിക്കുന്നുവെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഒരുപാട് കാലം കുടിശ്ശിക വരുത്തിയിട്ട് ആ കുടിശ്ശികയിൽ നിന്ന് ഒരല്പം ഇലക്ഷൻ വരുമ്പോൾ കൊടുക്കുക എന്ന രീതിയാണ്, അതിനെയാണ് KC വേണുഗോപാൽ വിമർശിച്ചത്. അല്ലാതെ പെൻഷനേ അല്ല. അവർക്ക് ഒരു ആത്മവിശ്വാസം നിലമ്പൂരിൽ തോന്നാത്തത് കൊണ്ട് വീണ് കിട്ടിയ വല്ല വിഷയം ഉപയോഗിക്കുകയാണ്. അങ്ങനെയാണ് ഈ പെൻഷൻ കൊണ്ട് നടക്കുന്നത്. പെൻഷനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമേ ഉള്ളൂ. ഇടതുപക്ഷത്തിൻ്റെ പെൻഷൻ സംബന്ധിച്ചുള്ള മുഖം ഇപ്പോൾ
അത് സമയത്തിന് കൊടുക്കാത്ത ഗവൺമെൻറ് എന്നുള്ളതാണ്. സമയത്തിന് പെൻഷൻ കൊടുക്കുകയും എന്നിട്ട് പെൻഷൻ്റെ കാര്യം പറയുകയും ചെയ്താൽ തിരക്കില്ല. സമയത്തിന് കൊടുക്കാതെ ഒന്നിച്ച് വല്ല തെരഞ്ഞെടുപ്പോ ഉപതെരഞ്ഞെടുപ്പോ വരുമ്പോൾ കൊടുക്കുക, എന്നിട്ട് പിന്നെ കൊടുക്കാതിരിക്കുക, ഈ സമീപനമാണ് വിമർശിക്കപ്പെട്ടത്. അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും KPCC മുൻ അധ്യക്ഷനുമായ തെന്നല ബാലകൃഷ്ണപിള്ളയ്ക്ക് രാഷ്ട്രീയ കേരളത്തിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം നാളെ ഉച്ചയ്ക്ക് 1:30 തൈക്കാട് ശാന്തി കവാടത്തിൽ നടക്കും. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു തെന്നലയുടെ അന്ത്യം. 94 വയസ്സായിരുന്നു. തെന്നല ബാലകൃഷ്ണപിള്ളയുടെ വിയോഗത്തിൽ അനുസ്മരിച്ച നേതാക്കൾ കോൺഗ്രസിലെ സൗമ്യ സാന്നിധ്യമായിരുന്നു തെന്നലയെന്ന് നേതാക്കൾ ഓർത്തെടുത്തു. ബഹുമാന്യനായ മുൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ തെന്നല ബാലകൃഷ്ണപിള്ള സാറിന്റെ ദേഹവിയോഗം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വലിയ ദുഃഖവും തീരാ നഷ്ടവുമാണ് വരുത്തിയിട്ടുള്ളത്. കേരളത്തിലെ കോൺഗ്രസിന്റെ സൗമ്യ നേതൃത്വമായിരുന്നു ശാന്തതയുടെയും നന്മയുടെയും ലാളിത്യത്തിന്റെയും വിനയത്തിന്റെയും പര്യായമായിരുന്നു ശ്രീ തെന്നല സാർ. തെന്നല സാറ് കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു സൗമ്യ മുഖമായിരുന്നു. മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ആരംഭിച്ച് KPCC പ്രസിഡന്റായി നിരവധി തവണ പ്രവർത്തിച്ച് കേരളത്തിലെ കോൺഗ്രസുകാർക്ക് മുഴുവൻ സ്വീകാര്യനായ, ജനങ്ങൾക്ക് മുഴുവൻ ഇഷ്ടപ്പെട്ട ഒരു നേതാവായിട്ട് നമുക്ക് തെന്നല സാറിനെ വിലയിരുത്താൻ കഴിയുന്നതാണ്. നടൻ ഷൈൻ ടോം ചാക്കോയുടെ അച്ഛൻ വാഹനാപകടത്തിൽ മരിച്ചു. തമിഴ്നാട്ടിലെ ധർമ്മപുരിക്ക് അടുത്തുവെച്ച് ഷൈനും കുടുംബവും സഞ്ചരിച്ച കാർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഷൈനും അമ്മയ്ക്കും പരിക്കേറ്റു. സേലം ബംഗളൂരു ദേശീയപാതയിൽ ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത്. ഷൈന്റെ ചികിത്സയ്ക്കായി തൃശൂരിൽ നിന്നും ബംഗളൂരുവിലേക്ക് പോവുകയായിരുന്നു കുടുംബം. ധർമ്മപുരി ജില്ലയിലെ പാലക്കാട് വെച്ച് മുൻപിൽ പോവുകയായിരുന്ന ലോറിയിൽ കാർ ഇടിക്കുകയായിരുന്നു. അച്ഛനും അമ്മയും സഹോദരനും ഡ്രൈവറുമാണ് ഒപ്പമുണ്ടായിരുന്നത്. അപകടം നടന്നയുടൻ പരിക്കേറ്റവരെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ചാക്കോയുടെ ജീവൻ രക്ഷിക്കാനായില്ല. കാറിന്റെ മധ്യഭാഗത്തെ സീറ്റിലാണ് ചാക്കോയും ഭാര്യ മറിയ കാർമലും ഇരുന്നത്. ഷൈൻ ഏറ്റവും പിൻസീറ്റിൽ കിടന്നുറങ്ങുകയായിരുന്നു. മുൻ സീറ്റിലായിരുന്നു സഹോദരൻ ജോൺ ചാക്കോ. ഡ്രൈവർ അനീഷാണ് വാഹനം ഓടിച്ചത്. ഷൈന്റെ കൈക്കാണ് പരിക്കേറ്റത്. അമ്മയുടെയും സഹോദരന്റെയും ഡ്രൈവറുടെയും പരിക്ക് നിസാരമാണ്. ഷൈന്റെ സഹപ്രവർത്തകരും അടുത്ത ബന്ധുക്കളും ധർമ്മപുരി മെഡിക്കൽ കോളേജിലെത്തി. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം രാത്രിയോടെ തൃശൂരെത്തിക്കും. പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ഷൈനൊപ്പം എല്ലാ പിന്തുണയും നൽകിയിരുന്ന വ്യക്തിയായിരുന്നു ചാക്കോ. ന്യൂസ് 18 കൊച്ചി. പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഹൽഗാം ആക്രമണം കശ്മീരിന്റെ മനുഷ്യത്വത്തെയും ആത്മാവിനെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണമായിരുന്നുവെന്ന് മോദി വിമർശിച്ചു. ഇന്ത്യയിൽ കലാപം ഇളക്കിവിടുകയും കശ്മീരിലെ കഠിനാധ്വാനികളായ ജനങ്ങളുടെ ഉപജീവന മാർഗം തകർക്കുകയുമായിരുന്നു ലക്ഷ്യം. അതുകൊണ്ടാണ് പാകിസ്ഥാൻ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടതെന്നും മോദി പറഞ്ഞു. मानवता का विरोधी, मेलजोल का विरोधी, टूरिज्म का विरोधी, इतना ही नहीं, वो ऐसा देश है जो गरीब की रोजी रोटी का भी विरोधी है. 22 अप्रैल को पहलगाम में जो कुछ हुआ वो इसी का उदाहरण है. पाकिस्तान ने पहलगाम में इंसानियत और कश्मीरियत दोनों पर वार किया. उसका इरादा भारत में दंगे कराने का था. उसका इरादा कश्मीर के मेहनतकश लोगों की कमाई को रोकना था. इसलिए पाकिस्तान ने टूरिस्ट पर हमला किया. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ റെയിൽവേ ആർച്ച് പാലം രാജ്യത്തിന് സമർപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മു കാശ്മീരിലെ ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലിങ്ക് പദ്ധതിയുടെ നിർണായക ഭാഗമായ ചെനാബ് പാലം രാജ്യത്തെ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിൽ ഒന്നാണ്. അഭിമാന ദിനമാണ് ഇന്ന് രാജ്യത്തിനും റെയിൽവേക്കും. ആകാശം മുട്ടെ ഉയരത്തിൽ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയതിന്റെ ചാരിതാർത്ഥ്യം. കാശ്മീർ താഴ്വരയെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി നേരിട്ട് ബന്ധിപ്പിക്കാനാകുന്നതിന്റെ ആഹ്ലാദം. കാലാവസ്ഥയെയും ഭൂപ്രകൃതിയെയും അതിജീവിച്ച് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലമായ ചെനാബ് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. ചെനാബ് നദിയിൽ
നിന്ന് 359 മീറ്റർ ഉയരത്തിലുള്ള പാലത്തിന് ലോകാത്ഭുതമായ ഐഫൽ ടവറിനേക്കാളും 35 മീറ്റർ അധികം ഉയരമുണ്ട്. നീളം 1315 മീറ്റർ. 260 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശിയാലും ചെറുക്കാൻ കഴിയുന്ന തരത്തിലാണ് നിർമ്മാണം. പാലം വന്നതോടെ ജമ്മുവിനും ശ്രീനഗറിനും ഇടയിലുള്ള യാത്രാ ദൈർഘ്യം 2 മണിക്കൂർ കുറയും. രാജ്യത്തെ ആദ്യ കേബിൾ സ്റ്റേ പാലമായ ആൻജി പാലവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പുതിയ വന്ദേ ഭാരത് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫും മോദി നിർവഹിച്ചു. എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം എന്നതിനപ്പുറം കാശ്മീർ താഴ്വരയെ ഇന്ത്യൻ റെയിൽവേയുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നതിലൂടെ ടൂറിസം പ്രോത്സാഹനവും തൊഴിലവസരം സൃഷ്ടിക്കലുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. दुनिया का सबसे ऊंचा रेलवे आर्च ब्रिज है. लोग फ्रांस में, पेरिस में एफिल टावर देखने के लिए जाते हैं और ये ब्रिज एफिल टावर से भी बहुत ऊंचा है. ബ്രിട്ടീഷുകാർ സ്വപ്നം കണ്ടത് മോദി യാഥാർത്ഥ്യമാക്കിയെന്നായിരുന്നു ഒമർ അബ്ദുള്ളയുടെ പ്രശംസ. जम्मू कश्मीर विकसित भारत का जो आपने नारा दिया है उसको पूरा रंग भर के हम मुकम्मल करके यहाँ के लोगों के हवाले कर लेंगे. लेकिन आज इस मौके पे जम्मू कश्मीर के लोगों की तरफ से वजीर आजम साहब मैं आपका दिल की गहराइयों से इस मौके पे शुक्रिया और मुबारकबाद करता हूँ. बहुत बहुत शुक्रिया. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ തിക്കിലും തിരക്കിലും പെട്ട 11 പേർ മരിച്ച സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. RCB മാർക്കറ്റിംഗ് മേധാവി, ഇവന്റ് മാനേജ്മെന്റ് കമ്പനി പ്രതിനിധി എന്നിവരടക്കം 4 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ബംഗളൂരു വിമാനത്താവളത്തിൽ വെച്ചാണ് ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അതേസമയം വിദേശത്തേക്ക് പോയ വിരാട് കോഹ്ലിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ അറസ്റ്റ് കോഹ്ലി എന്ന ഹാഷ്ടാഗ് ട്രെൻഡിംഗ് ആണ്. ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി സിദ്ധരാമയ്യ RCB മാനേജ്മെന്റ്, ഇവന്റ് മാനേജ്മെന്റ് കമ്പനി പ്രതിനിധികൾ എന്നിവരെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടിരുന്നു. പിന്നാലെയാണ് കേസിലെ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. RCB മാർക്കറ്റിംഗ് മേധാവി നിഖിൽ സോസാല, ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയായ DNA-യുടെ പ്രതിനിധി സുനിൽ മാത്യു, കിരൺ, സുമന്ത് എന്നിവരാണ് അറസ്റ്റിലായത്. പോലീസ് ഇന്നലെ കേസെടുത്തതിന് പിന്നാലെ കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ ഒളിവിൽ പോയെന്നും പോലീസ് വ്യക്തമാക്കി. RCBയുടെ കന്നി IPL കിരീട നേട്ടത്തിനു പിന്നാലെ നടന്ന ആഘോഷ പരിപാടിക്കിടെയാണ് തിക്കിലും തിരക്കിലും പെട്ട് 11 പേർ മരിച്ചത്. സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത കർണാടക ഹൈക്കോടതി സർക്കാരിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. 10-നകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. അതേസമയം ബംഗളൂരു പോലീസ് കമ്മീഷണർ B. ദയാനന്ദൻ ഉൾപ്പെടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കഴിഞ്ഞ ദിവസം നടപടി സ്വീകരിച്ചിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ, ചിന്നസ്വാമി സ്റ്റേഡിയത്തിന്റെ ചുമതലയുള്ള അഡീഷണൽ കമ്മീഷണർ, DCP, അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ, കബ്ബൻ പാർക്ക് പോലീസ് ഇൻസ്പെക്ടർ എന്നിവരെ സസ്പെൻഡ് ചെയ്തതായി മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അറിയിച്ചു. എന്നാൽ സർക്കാർ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്ന് ആരോപിച്ച് BJP രംഗത്തെത്തിയിരുന്നു. എല്ലാം അറിഞ്ഞിട്ടും കപ്പിൽ മുത്തം നൽകി ഫോട്ടോ എടുക്കാനാണ് DK ശിവകുമാർ ശ്രമിച്ചതെന്നും മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നും BJP ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മറ്റു വാർത്തകളുടെ വേളയ്ക്ക് ശേഷം വീണ്ടും വാർത്തകളിലേക്ക്. തിരുവനന്തപുരം നേമത്ത് 4ാം ക്ലാസ്സുകാരിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. രക്ഷിതാവ് വഴക്കു പറഞ്ഞതിനെ തുടർന്ന് കുട്ടി ജീവൻ ഒടുക്കിയതാണെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ നേമം പോലീസ് അന്വേഷണം തുടങ്ങി. നേമം ശാന്തിവിള ശ്യാംലാൽ ലേഖ ദമ്പതികളുടെ 9 വയസ്സുകാരി അഹല്യയാണ് വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അഹല്യക്കൊപ്പം കളിക്കുന്നതിനിടയിൽ ഇളയ സഹോദരി വീണിരുന്നു. ഇതിൽ അമ്മ ശകാരിച്ചു. ശ്യാംലാലും ലേഖയും ആശുപത്രിയിൽ പോകാൻ ഇറങ്ങുമ്പോഴായിരുന്നു അഹല്യയെ ശകാരിച്ചത്. ഞങ്ങൾ തിരികെ എത്തുന്നവരെ ബഹളമുണ്ടാക്കരുതെന്ന് താക്കീത് നൽകിയായിരുന്നു ദമ്പതികൾ ആശുപത്രിയിൽ പോയത്. മടങ്ങിയെത്തിയപ്പോഴായിരുന്നു വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ അഹല്യയെ കണ്ടെത്തുന്നത്. വഴക്കു പറഞ്ഞതിലുള്ള മനോവിഷമത്തെ തുടർന്ന് കുട്ടി ആത്മഹത്യ ചെയ്തെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വീടിനുള്ളിൽ ഫാനിൽ കെട്ടിത്തൂങ്ങി മരിച്ച നിലയിലാണ് അഹല്യയുടെ മൃതദേഹം കണ്ടത്. നേമം ഗവൺമെന്റ് സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അഹല്യ. ശാന്തിവിള ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്നും പരിശോധനാ ഫലങ്ങൾ ലഭിച്ചാൽ മാത്രമേ കൂടുതൽ വ്യക്തത വരൂ എന്നും നേമം പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 നെയ്യാറ്റിൻകര.
വ്യാജ പോക്സോ കേസ് പ്രചരിപ്പിച്ച് വിദ്യാർത്ഥിനിയെ മാനസികമായി പീഡിപ്പിച്ച അധ്യാപികയ്ക്കെതിരെ പോക്സോ കേസ്. തിരുവനന്തപുരം കിളിമാനൂർ RRVHSSലെ അധ്യാപികയായ CR ചന്ദ്രലേഖയ്ക്കെതിരെയാണ് കേസ്. സംസ്ഥാന പോലീസ് മേധാവിക്കുൾപ്പെടെ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. കിളിമാനൂർ RRVHSSലെ +2 അധ്യാപിക CR ചന്ദ്രലേഖയ്ക്കെതിരെയാണ് പോക്സോ കേസ്. വിദ്യാർത്ഥിനിക്കെതിരെ വ്യാജ പോക്സോ കേസ് പ്രചരിപ്പിച്ച് മാനസികമായി പീഡിപ്പിച്ചുവെന്ന പരാതിയിലാണ് നടപടി. ചോദ്യം ചെയ്യലിന് ശേഷം അധ്യാപികയ്ക്കെതിരെ വകുപ്പുതല നടപടിയുണ്ടാകും. തുടർന്ന് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനാണ് പോലീസ് ആലോചിക്കുന്നത്. പെൺകുട്ടിയുടെ അമ്മ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി DGPക്ക് കൈമാറിയിരുന്നു. തുടർന്നാണ് കിളിമാനൂർ പോലീസ് കേസെടുത്തത്. ആറ്റിങ്ങൽ ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. എതിർചേരിയിലെ അധ്യാപകൻ വിദ്യാർത്ഥിനിയെ ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നായിരുന്നു പ്രചാരണം. അധ്യാപകർ തമ്മിലുള്ള കുടിപ്പകയാണ് വിദ്യാർത്ഥിനിയുടെ പഠനവും ഭാവിയും അനിശ്ചിതത്വത്തിലാക്കിയത്. അപമാനഭാരത്താൽ പഠനം ഉപേക്ഷിക്കേണ്ട ഗതികേടിലായി. അധ്യാപിക തന്നെയാണ് ഇക്കാര്യങ്ങൾ പ്രചരിപ്പിച്ചതെന്ന് വിദ്യാർത്ഥിനി പറയുന്നു. CWCയിലും പോലീസിലും അധ്യാപിക വ്യാജ പരാതി നൽകി. CWC അന്വേഷണത്തിൽ ഉൾപ്പെടെ വ്യാജ പ്രചരണമാണെന്ന് കണ്ടെത്തി. +1 പഠിക്കുന്നതിനിടെ പെൺകുട്ടിക്ക് സൈലന്റ് ഫിറ്റ്സ് എന്ന രോഗം പിടിപെട്ടിരുന്നു. ചികിത്സയിലായതിനാൽ 4 മാസം സ്കൂളിൽ പോയില്ല. രോഗം മാറിയപ്പോൾ സ്കൂളിൽ പോകണമെന്നുണ്ടായിരുന്നുവെങ്കിലും ഭയമായി. അധ്യാപകനുമായി പരിചയം പോലും ഉണ്ടായിരുന്നില്ല. നാണക്കേട് കാരണം മുടി മുറിച്ചു നടക്കേണ്ട അവസ്ഥയായിരുന്നു. ഒരു അധ്യയന വർഷവും നഷ്ടമായി. ന്യൂസ് 18 തിരുവനന്തപുരം. വർക്കലയിൽ കാർ നിയന്ത്രണം വിട്ട് പാഞ്ഞുകയറി തൊഴിലുറപ്പ് തൊഴിലാളിക്ക് ദാരുണാന്ത്യം. പ്രദേശവാസിയായ ശാന്ത എന്ന തൊഴിലാളിയാണ് മരിച്ചത്. ചെറുന്നിയൂരിലായിരുന്നു അപകടം നടന്നത്. S. അഭിലാഷ് ചേരുന്നു വിവരങ്ങളുമായി. അഭിലാഷ്, എന്താണ് സംഭവിച്ചത്? അശ്വതി, ഇന്ന് ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി ചെറുന്നിയൂർ അച്ചമ്മ മുക്കിലാണ് ഈ അപകടം നടന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികളായ 10ഓളം പേർ ഈ ഭാഗത്ത് ജോലിയിലുണ്ടായിരുന്നു. ജോലിക്കിടെ വിശ്രമിക്കാനായി ശാന്ത റോഡിന്റെ വശത്ത് ഇരിക്കുകയായിരുന്നു. ഈ സമയമാണ് ഈ ഒരു കാർ റോഡിൽ ഇറക്കമുള്ള ഭാഗമായിരുന്നു. ഒരു കാർ നിയന്ത്രണം വിട്ട് ശാന്ത എന്ന 60-കാരിയെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. കൊല്ലം സ്വദേശിയായ കുടുംബവുമാണ്. ശരി, വർക്കലയിലാണ് ദാരുണമായ സംഭവമുണ്ടായത്. ചെറുന്നിയൂർ സ്വദേശി ശാന്തയാണ് കാറ് നിയന്ത്രണം വിട്ട് റോഡിന് വശത്തിരിക്കുകയായിരുന്നു. അവർ മരിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. S. അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. തിരുവനന്തപുരം ശ്രീചിത്രയിൽ ശസ്ത്രക്രിയകൾ മുടങ്ങും. ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിലെ ശസ്ത്രക്രിയകളാണ് മുടങ്ങുക. ഉപകരണങ്ങൾ വാങ്ങി നൽകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. തിങ്കളാഴ്ച മുതൽ ശസ്ത്രക്രിയകൾ നിർത്തിവെക്കുമെന്ന് ഡോക്ടർമാർ ശ്രീചിത്ര ഡയറക്ടർക്ക് കത്ത് നൽകി. ന്യൂറോ ഇന്റർവെൻഷണൽ റേഡിയോളജി, പെരിഫറൽ വാസ്കുലാർ ഇന്റർവെൻഷണൽ റേഡിയോളജി, ഇന്റർവെൻഷണൽ കാർഡിയോളജി എന്നീ ഡിപ്പാർട്ട്മെന്റുകളിലാണ് ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ലാത്തതിന്റെ പേരിൽ ശസ്ത്രക്രിയകൾ നിർത്തിവെക്കുന്നത്. 2023 ഡിസംബർ മുതലുള്ള കരാറാണ് മെഡിക്കൽ ഉപകരണ വിതരണക്കാരുമായി ശ്രീചിത്രയ്ക്കുള്ളത്. ഉപകരണങ്ങൾക്ക് വില കൂട്ടിയിട്ടും കരാർ പുതുക്കി നൽകിയില്ല. ഇതോടെ പല കമ്പനികളും വിതരണം നിർത്തി. ഇതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. പക്ഷാഘാതം, അർബുദം തുടങ്ങിയ രോഗങ്ങൾക്ക് സമയബന്ധിതമായി ചികിത്സ കിട്ടുന്നില്ലെന്ന പരാതിയുണ്ട്. തലച്ചോറിലെ രക്തക്കുഴലുകളിലെ അന്യൂറിസം ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കോയിൽ, ആൻജിയോപ്ലാസ്റ്റിക് ഉപയോഗിക്കുന്ന സ്റ്റെന്റ്, ബലൂണ് എന്നിവയ്ക്കാണ് കടുത്ത ക്ഷാമം നേരിടുന്നത്. തിങ്കളാഴ്ച മുതൽ ശസ്ത്രക്രിയകൾ നിർത്തിവെക്കുമെന്നറിയിച്ച് ഡോക്ടർമാർ ശ്രീചിത്ര ഡയറക്ടർക്ക് കത്ത് നൽകി. കരാർ പുതുക്കാത്തത് മൂലമുള്ള പ്രശ്നങ്ങൾ എല്ലാ വിഭാഗത്തിലും ഇല്ലെന്നും പുതിയ പദ്ധതികൾ നടപ്പാക്കുന്നതോടെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നും ശ്രീചിത്ര അധികൃതർ പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. നടിയും നിർമ്മാതാവുമായ സാന്ദ്ര തോമസിനും പിതാവിനുമെതിരെ വധഭീഷണി മുഴക്കിയ പ്രൊഡക്ഷൻ കൺട്രോളറായ റെനി ജോസഫിനെതിരെ നടപടി. ഫെഫ്കയുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയനിൽ നിന്ന് റെനി ജോസഫിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. മാർച്ചിൽ സന്ദേശം ഗ്രൂപ്പിലിട്ടപ്പോൾ തന്നെ റെനിയെ താക്കീത് ചെയ്തിരുന്നെന്നും സംഘടന വ്യക്തമാക്കുന്നു. ഇസ്രയേലുമായി സഹകരിക്കുന്നതുകൊണ്ട് ടാറ്റ ഗ്രൂപ്പിന്റെ സ്ഥാപനങ്ങളെ ബഹിഷ്കരിക്കാൻ ആഹ്വാനം. ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ SIOയുടെ നീക്കത്തിനെതിരെ സംഘപരിവാർ സംഘടനകൾ രംഗത്തെത്തി. പശ്ചിമേഷ്യൻ വിഷയത്തിൽ നടക്കുന്ന പ്രതീകാത്മക പ്രതിഷേധമെന്ന് SIOയും രാജ്യത്തിനകത്ത് നടക്കുന്ന ഭീകരാക്രമണങ്ങളിൽ SIO നിശബ്ദത പാലിച്ചുവെന്ന് സംഘപരിവാർ സംഘടനകളും വാദിക്കുന്നു. ടാറ്റ ഗ്രൂപ്പ് ഇസ്രയേലുമായി സൈനിക സഹകരണം നടത്തുന്നുവെന്ന് ആരോപിച്ചാണ് ബഹിഷ്കരണ ക്യാമ്പയിൻ. പാലസ്തീനിലെ ഇസ്രയേലിന്റെ കൂട്ടക്കുരുതിക്ക് ടാറ്റ ഗ്രൂപ്പിനും ഉത്തരവാദിത്തമുണ്ടെന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ SIOയുടെ ആരോപണം. കഴിഞ്ഞ ദിവസം ടാറ്റ ഗ്രൂപ്പിന്റെ കീഴിലെ വസ്ത്രവിതരണ സ്ഥാപനമായ സുഡിയോയുടെ കോഴിക്കോട് ഷോറൂമിലേക്ക് പ്രതിഷേധ പ്രകടനം നടന്നു. സുഡിയോയ്ക്ക് പുറമെ ഇസ്രയേലുമായി സഹകരണമുള്ള മുൻനിര ബ്രാൻഡുകളെയും SIO ബഹിഷ്കരണ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പെരുന്നാൾ ദിനത്തിൽ വസ്ത്രങ്ങൾ എടുക്കുമ്പോൾ
ഗാസ വംശഹത്യയെ പിന്തുണയ്ക്കുന്ന ബ്രാൻഡുകളെ ഒഴിവാക്കണമെന്നതാണ് ക്യാമ്പയിൻ. പാലസ്തീന ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുള്ള പ്രതീകാത്മക പ്രതിഷേധമെന്നാണ് SIOയുടെ വാദം. സ്റ്റുഡിയോ മാത്രമല്ല ബഹിഷ്കരിക്കുന്നത് എന്ന് തുടക്കത്തിൽ ഞാൻ അതുകൊണ്ട് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു സിംബോളിക് മാത്രമാണ്. അതല്ലാത്ത ധാരാളം കമ്പനികൾ SIO നേരത്തെ തന്നെയും ഇറക്കിയിട്ടുള്ള വ്യത്യസ്തങ്ങളായ ബോയ്ക്കോട്ട് മൂവ്മെന്റുകളുമായി ബന്ധപ്പെട്ടുള്ള കണ്ടന്റുകൾ നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ജമാഅത്തെ ഇസ്ലാമിയുടെ നീക്കത്തിനെതിരെ സംഘപരിവാർ കേന്ദ്രങ്ങൾ രംഗത്തു വന്നു. രാജ്യത്ത് നടന്ന പെഹൽഗാം സംഭവത്തിൽ നിശബ്ദത പാലിച്ചവർ പശ്ചിമേഷ്യൻ വിഷയത്തിൽ മാത്രം ശബ്ദമുയർത്തുന്നതിനെയാണ് ഇവർ ചോദ്യം ചെയ്യുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ബഹിഷ്കരണത്തെ എതിർത്തും അനുകൂലിച്ചും ചർച്ചകൾ സജീവമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇന്ത്യയിൽ എലോൺ മസ്കിന് സാറ്റ്കോം സേവനങ്ങൾക്കുള്ള പാത തുറന്നുകൊടുത്ത കേന്ദ്ര സർക്കാർ. മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റാർലിങ്കിന് രാജ്യത്ത് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സേവനങ്ങൾക്കുള്ള ലൈസൻസ് ലഭിച്ചു. ഇതോടെ ടെലികോം വകുപ്പിൽ നിന്ന് ഈ ലൈസൻസ് നേടുന്ന മൂന്നാമത്തെ കമ്പനിയായി സ്റ്റാർലിങ്ക് മാറി. പ്രവർത്തിക്കാനുള്ള അനുമതി നൽകിയതായും അപേക്ഷ സമർപ്പിച്ചതിന് 20 ദിവസത്തിനുള്ളിൽ ട്രയൽ സ്പെക്ട്രം അനുവദിക്കുമെന്നുമാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സ്പേസ് എക്സ് ഉടമ ഇലോൺ മസ്കുമായുള്ള തർക്കം വഷളാകുന്നു. രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്കും നടപടികൾക്കും ഒടുവിൽ ലൈംഗിക പീഡന ആരോപണത്തിലേക്ക് വരെ എത്തി നിൽക്കുകയാണ് ഇരുവരും തമ്മിലുള്ള തർക്കം. ഡൊണാൾഡ് ട്രംപും ഇലോൺ മസ്കും അടിസ്ഥാനപരമായി കച്ചവടക്കാരാണ്. വെറും കച്ചവടക്കാരല്ല, വിചിത്ര വഴികളിലൂടെ സഞ്ചരിച്ച് അത്ഭുത വിജയങ്ങൾ സാധ്യമാക്കിയവർ, കിറുക്കൻ സ്വപ്നങ്ങൾ സാധ്യമാക്കി ലോകത്തെ ഞെട്ടിച്ചവർ. കഴിഞ്ഞ US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇരുവരും യോജിച്ചു. ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റായി. ഒപ്പം നിന്ന ഇലോൺ മസ്കിനെ സർക്കാർ കാര്യക്ഷമതാ വകുപ്പിന്റെ തലവനാക്കി. മത്സരിച്ച് വിചിത്ര പരിഷ്കാരങ്ങൾ നടപ്പാക്കി മുന്നേറിയ ഇവരുടെ മധുവിധുകാലം അധികം നീണ്ടില്ല. മസ്കിനെ ട്രംപ് പുറത്താക്കി. സോഷ്യൽ മീഡിയ താരങ്ങൾ കൂടിയായ ഇരുവരും പോര് അവിടേക്കും നീട്ടി. ഏറ്റവും ഒടുവിൽ ട്രംപിനെതിരെ മസ്ക് ലൈംഗിക പീഡന ആരോപണം ഉന്നയിക്കുന്നു. ജെഫ്രി എംസ്റ്റൈൻ ബാലപീഡന പരമ്പരയിൽ ട്രംപിന് പങ്കുണ്ടെന്നാണ് ആരോപണം. ഈ കേസ് ട്രംപ് രഹസ്യമാക്കി വെച്ചതിനു കാരണം ഇതാണെന്നും മസ്ക്. ബിഗ് ബോംബ് എന്ന തലക്കെട്ടിലാണ് ഈ പോസ്റ്റ് കുറിച്ചു വെച്ചോളൂ, സത്യം പുറത്തു വരിക തന്നെ ചെയ്യുമെന്ന് മസ്ക് പോസ്റ്റ് ഇട്ടത്. ഇതും പോരാഞ്ഞ് ട്രംപിനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന വാദത്തെ പിന്തുണച്ചും ഇലോൺ മസ്ക് രംഗത്തെത്തി. മസ്കിന്റെ കമ്പനികൾക്കുള്ള US സർക്കാർ കരാറുകൾ റദ്ദാക്കുമെന്നും സബ്സിഡികൾ നിർത്തലാക്കുമെന്നും പ്രഖ്യാപിച്ചാണ് ട്രംപ് തിരിച്ചടിച്ചത്. പിന്നാലെ മസ്കിന്റെ ഓഹരികൾ മാത്രമുണ്ടായ ഇടിവ് $15,000 കോടി. അങ്ങനെയെങ്കിൽ സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ പേടകം ഉടൻ ഡീകമ്മീഷൻ ചെയ്യുമെന്നാണ് മസ്കിന്റെ ഭീഷണി. നിലവിൽ ബഹിരാകാശ നിലയത്തിലേക്കുള്ള വിക്ഷേപണങ്ങൾക്കായി നാസ ആശ്രയിക്കുന്നത് സ്പേസ് എക്സിനെയാണ്. നിലവിൽ മറ്റു വഴികൾ നാസയ്ക്ക് മുന്നിലിതാനും. എന്തായാലും ട്രംപ് മസ്ക് പോര് ലൈംഗികാരോപണം മുതൽ ബഹിരാകാശ സഞ്ചാരം വരെ എത്തി നിൽക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. വീണ്ടും നിരക്ക് കുറച്ച സാമ്പത്തിക വർഷത്തെ രണ്ടാമത്തെ പണനയം RBI പ്രഖ്യാപിച്ചു. അടിസ്ഥാന പലിശ നിരക്കായ റിപ്പോയിൽ 0.5% ഇളവാണ് പ്രഖ്യാപിച്ചത്. ഇതോടെ റിപ്പോ നിരക്ക് 5.50% വായ്പാ നിക്ഷേപ പലിശ നിരക്കിൽ കുറവുണ്ടാകും. പണപ്പെരുപ്പം കുറയ്ക്കുക, വളർച്ചയ്ക്ക് മുൻഗണന നൽകുക എന്നീ ലക്ഷ്യത്തിലാണ് തുടർച്ചയായി 3ാം തവണയും നിരക്ക് കുറയ്ക്കാൻ റിസർവ് ബാങ്ക് തീരുമാനിച്ചത്. നന്മ മരം ഗ്ലോബൽ ഫൗണ്ടേഷൻ ട്രസ്റ്റ് ഈ വർഷത്തെ സംസ്ഥാന പരിസ്ഥിതി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ചെയർമാൻ ഡോക്ടർ സൈജു ഖാലിദ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ IM വിജയൻ വിജയികളെ പ്രഖ്യാപിച്ചു. ദൃശ്യമാധ്യമ രംഗത്തു നിന്നും ന്യൂസ് 18 പ്രിൻസിപ്പൽ ക്യാമറാമാൻ TS ഹരികൃഷ്ണൻ, പൊതുവിഭാഗത്തിൽ പട്ടാമ്പി സ്വദേശി മുരളീധരൻ വേലേരി മഠം, സ്ഥാപന വിഭാഗത്തിൽ കായംകുളം MSM കോളേജ് എന്നിവർ അവാർഡിന് അർഹരായി. കേരളത്തിൽ നിന്നുള്ള ആശുപത്രി മാലിന്യം തമിഴ്നാട്ടിൽ കന്നുകാലികൾ മേയുന്ന ഭൂമിയിൽ ഉപേക്ഷിക്കുന്ന വിഷയം പുറത്തുകൊണ്ടുവന്ന വാർത്തയ്ക്കാണ് പുരസ്കാരം. ലൈവ് at 6 പൂർണ്ണമാകുന്നു. ഇനി സകലമാന കേരളം കാണാം. നമസ്കാരം.